പ്രഭാതമന്നയിലേക്ക് സ്വാഗതം. ഈ ഒരു പുതിയ ദിവസം അനുഗ്രഹത്തോടെ ജീവിപ്പാനുള്ള കൃപകൾ നൽകി തന്ന സ്വർഗത്തിൽ ദൈവം നമ്മെ മാനിക്കട്ടെ. അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നാം ഇങ്ങനെ കാണുന്നു: അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ വേദപുസ്തകം ഒന്നുകൂടെ കൊലോസ്യ ലേഖനത്തിൽ പരിചയപ്പെടുത്തുകയാണ്. എന്താണ്? താൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇന്നും ജീവിക്കുന്നവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി അതിന് പരിഹാരം വരുത്തുവാൻ ഈ ഭൂമിയിൽ ജനിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന യേശു ക്രിസ്തു തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ തലയാണ് എന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. തല കർത്താവായ യേശു ക്രിസ്തുവും ആ ശരീരത്തിന്റെ മറ്റു അവയവങ്ങൾ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും ആകുന്നു. ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുന്നത് അവയവങ്ങൾ എന്തു ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് തലയാണ്. എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പോകണം, എന്തു ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തലയിൽ നിന്നാണ് അവയവങ്ങളിലേക്ക് അത് പാസ് ചെയ്യുന്നത്. അവയവങ്ങൾ ആ തലയ്ക്കകത്ത് നിന്നുള്ള നിർദ്ദേശങ്ങൾക്കകത്ത് അത് അനുസരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന തല, തന്റെ സഭയാകുന്ന അവയവങ്ങൾ കർത്താവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കേട്ട് ആ സകല സത്യത്തിലൂടെ സഞ്ചരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഈ പുതിയ ദിവസത്തിൽ നമ്മെ പിന്നെയും സഹായിക്കട്ടെ. യേശു നമ്മോട് കൂടെയുണ്ട്. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമാണ്. കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ പുതിയ പകലിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു നമ്മോട് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.